ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കറികളിൽ ഒന്നായ മധുരവും പുളിയും എരിവും ഒക്കെ പാകത്തിന് ചേർന്ന നല്ല നാടൻ പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. സദ്യയിലേക്ക് നമ്മൾ കൊതിയോടെ കഴിക്കുന്ന ഈ കറി വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് എടുക്കാം. നല്ല പഴുത്ത പൈനാപ്പിൾ കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലത്. പൈനാപ്പിൾ നല്ലതുപോലെ വെന്ത് വരാൻ വേണ്ടി തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ കഷ്ണങ്ങളിലേക്ക് ഇനി ചേർക്കേണ്ടത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മുടെ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകാൻ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. പൈനാപ്പിൾ നല്ലതുപോലെ വെന്ത് വരണം, അപ്പോഴാണ് ആ പുളിശ്ശേരിക്ക് ശരിക്കുള്ള രുചി കിട്ടുന്നത്. പൈനാപ്പിൾ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. കഷ്ണങ്ങൾ പാകത്തിന് വെന്താൽ മതി, എന്നാൽ ഉടയാതെ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചോറിനൊപ്പം കഴിക്കുമ്പോൾ ആ പൈനാപ്പിൾ കഷ്ണങ്ങൾ കടിക്കാൻ പറ്റൂ. അതാണ് ഈ പുളിശ്ശേരിയുടെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് കേട്ടോ. പൈനാപ്പിൾ അവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങയും കുറച്ച് ജീരകവും 4 ചെറിയ ഉള്ളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായി മയത്തിൽ അടിച്ചെടുക്കാം. അരപ്പ് എത്രത്തോളം നൈസാകുന്നുവോ അത്രയും രുചി കൂടും. വെന്ത പൈനാപ്പിളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കട്ടി തൈരും കൂടി ചേർത്ത് പാകത്തിന് ഉപ്പും നോക്കി ചെറിയ രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. തൈര് ചേർത്താൽ പിന്നെ ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ. ഇനി ഇതിൻ്റെ അവസാന ഘട്ടമാണ്. അതിനായിട്ടൊരു പാൻ എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചാൽ നമ്മുടെ മനോഹരമായ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എനിക്ക് ചൂട് ചോറിനൊപ്പം ഈ ഒരു കറി മാത്രം മതി. നിങ്ങൾക്ക് പൈനാപ്പിൾ പുളിശ്ശേരി ഇഷ്ടമാണോ? ആണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നാടൻ റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.